സച്ചിനും രേവതിയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര വരാൻ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വർഷ പോയിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും പലതും അച്ഛമ്മയുടെ ആരൊന്നും പറയാറില്ല. അതിൻ്റെ വർഷമോളെ നീ അങ്ങനെ പറഞ്ഞത്? ഇവിടെ നടക്കുന്ന എന്ത് സംഭവങ്ങളാ എനിക്കറിയാത്തേ? അത് പിന്നെ രേവതി ചേച്ചിയോട് ഈ എൻ്റെ ആൻറ്റി കാണിക്കുന്ന ക്രൂരത തന്നെ. അല്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അവളും കൂടെ അതിനനുസരിച്ച് നിന്നിട്ടല്ലേ ചന്ദ്ര പറഞ്ഞ ജോലികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ. നിങ്ങൾ 3 മരുമക്കളുടെ ഒരുമിച്ച് ചെയ്യാനുള്ളതല്ലേ? അതാ അമ്മേ ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. നാളെ ആൻറ്റി ഇങ്ങോട്ട് വരുമല്ലോ, ആ സമയത്ത് അച്ഛമ്മ ആൻറ്റിയെ പൊരിച്ചെടുക്കണം. 6 ആഴ്ച അച്ഛമ്മയോടെ കാണുമല്ലോ. ഇപ്പം 2 ആഴ്ച പോയി, ഇനി 4 ആഴ്ചയും കൂടിയുണ്ട്. ആ സമയത്തിനുള്ളിൽ അച്ഛമ്മ ആൻറ്റിയെ മര്യാദ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചിയുടെ കഴുത്തും കാലും ഒക്കെ ഈ പച്ചമ്മ കാണാനുള്ളതല്ലേ? അതില് സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ല. എനിക്ക് പിന്നെ ഇങ്ങനെ ഗോൾഡൊന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ല. പക്ഷെ രേവതി ചേച്ചിക്കും അങ്ങനെയല്ല. അവർക്കൊക്കെ സ്വർണം എന്ന് വെച്ചാല് പ്രത്യേക ഇഷ്ടമാണ്. പക്ഷെ താലിമാല പോലും ഇടാന് ആ ആന്റി സമ്മതിക്കാറില്ല. അങ്ങനെ അച്ഛമ്മയും അച്ഛനൊക്കെ കൊടുത്ത് സ്വർണം മൊത്തം ഓരോന്നൊക്കെ പറഞ്ഞ് ഊരി മേടിച്ചു. ശേഷം ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ചേച്ചിയാണെങ്കിലും അന്ന് ശപഥം എടുത്തതാ, എന്റെ ഭർത്താവ് വാങ്ങിത്തരുന്ന സ്വർണം മാത്രമേ ഞാൻ ഇടുകയുള്ളെന്ന്. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, ഞാൻ മേടിച്ചു കൊടുത്താലും അവൾ ഇടില്ലേന്ന് ചോദിക്കുമ്പം ഇല്ലായിരിക്കും, കാരണം ചേച്ചിയാണല്ലോ ആ ശപഥം എടുത്തത് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും ചേച്ചി എന്ത് ജോലി ചെയ്താലും അതിനെല്ലാം കുറ്റപ്പെടുത്തലാം. ആ ചേച്ചിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ടല്ലോ, അവരെന്തൊക്കെ മോശം പറഞ്ഞ ഇറക്കി വിടുന്നറിയാവോ? അവർ വന്നാലേ എല്ലാ ദിവസവും അവർ കരഞ്ഞോണ്ടാ ഇവിടുന്ന് ഇറങ്ങി പോകാറ്. പാവം ഓർക്കുമ്പോ തന്നെ എനിക്ക് സങ്കടം വരും. ഈയിടയിലെങ്ങാണ്ട് അവർ വന്നപ്പോൾ കുറച്ച് സാധനമൊക്കെ ആയിട്ട് വന്നു. സാധനത്തിന്റെ വില കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ഇവരിട്ട് കുറെ പറഞ്ഞു. എൻ്റെ അമ്മ വന്നപ്പോൾ വില കൂടിയ സാധനം കൊണ്ടുവന്നത്, അതും പറഞ്ഞും അവരെ കുറെ കളിയാക്കി. അന്ന് ബർത്ത്ഡേക്ക് അച്ഛമ്മ കണ്ടതാണല്ലോ അവർ വെഡിങ് ആനിവേഴ്സറി സമയത്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയെന്ന്. അതുപോലെ എല്ലാ ദിവസവും ഓരോന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അത് മാത്രല്ല, ഇതുവരെ മേത്ത് കൈ വെച്ചിട്ടില്ല. ഇനി എപ്പോഴാ അതുപോലെ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല അച്ഛമ്മേ. എന്തായാലും നാളെ അച്ഛമ്മയുടെ മരുമോള് ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യല്ലോ. ഇപ്പൊ ശ്രുതി ചേച്ചിനെ പാഠം പഠിപ്പിച്ചതുപോലെ ആന്റിയെ കൂടെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കണം എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ ഏറ്റു. ഞാനിവിടെ ഉണ്ടല്ലോ മോളെ, ഞാനെല്ലാം കരുതിയായിരിക്കുന്നേ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ അച്ഛമ്മയോട് ഭയങ്കരമായിട്ട് ദേഷ്യം ഇരട്ടിക്കാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അങ്ങനെ പിറ്റേ ദിവസം ലാൻഡ് ചെയ്യാണ് കേട്ടോ. വരുമ്പോഴേക്കും ശ്രുതി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. തന്നെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തിയതും ഓരോ ജോലിയൊക്കെ ചെയ്യിപ്പിച്ചതും ഒക്കെ പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, മോളെ തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്, ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം അനുസരിച്ചോണം. അവരുടെ സ്വഭാവമേ നിനക്കറിയാൻ പറ്റില്ല, നമ്മളെ എടുത്ത് ഉടുക്കും, അങ്ങനത്തെ സ്വഭാവമാണ്, പണ്ടത്തെ ആൾക്കാരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, ഇനി എന്നെ ഉടുക്കാനൊന്നുമില്ല. ഈ വീട് മൊത്തം തൂത്ത് തുടച്ച് ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്ത് അമ്മേന്റെ കോലം നോക്കിയേ. അമ്മ പോയതിലും ഞാൻ എന്തുമാത്രം ക്ഷീണിച്ചു നോക്കി. ഓഫീസിൽ പോലും എന്നെ കൃത്യമായിട്ട് വിടില്ല, ഷോറൂമിലും വിടില്ല, എന്നും ഈ വീട്ടിൽ ജോലി ഇപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, ശരി ശരി അവർ പോയിട്ടാട്ടെ, ഇതിനെല്ലാം നമുക്ക് പകരം വീട്ടാം. ഇവിടെ ഉള്ളപ്പോഴേ ഒന്നും പറയാൻ നിൽക്കരുത്, അവരുടെ സ്വഭാവമേ മോക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനസ്സ് ശ്രുതി പറയുന്നുണ്ട്, അവരുടെ സ്വഭാവം എനിക്കറിയില്ലായിരിക്കും, പക്ഷെ എൻ്റെ സ്വഭാവം എന്താണെന്ന് അവർക്ക് ഞാൻ കാട്ടിക്കൊടുക്കും എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം ചന്ദ്ര അച്ഛമ്മ അടുത്തേക്ക് പോവാണ്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും പോയി, എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ചു. രേവതിയുടെ കാല് ശരിയാവണം, അതുപോലെ വീട്ടില് സമാധാനം സന്തോഷം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കറിയാം നീ എന്തായിരിക്കും പ്രാർത്ഥിക്കാനൊക്കെ പോണേന്ന്. നിന്നെ ശ്രുതിമോക്കും നിന്റെ വർഷമോക്കും ശ്രീകാന്തിനെ ശ്രുതിക്കും നല്ല വേണ്ടി പ്രാർത്ഥിച്ചു കാണും. ഇവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കില്ലെന്നേ എനിക്കറിയാം. അയ്യോ അമ്മ ഇല്ല, സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാ. രേവതിയുടെ കാലൊടിഞ്ഞ് എത്രയും പെട്ടെന്ന് ശരിയാവണം, ശ്രുതിക്ക് സച്ചിക്ക് നല്ല ഓട്ടം കിട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചു എന്നും പറയുന്നുണ്ട്. ആയിക്കോട്ടെ. എന്നാലേ ഇന്ന് തൊട്ട് ഡ്യൂട്ടിക്ക് കയറിക്കോ. നിന്റെ മരുമകളുടെ നടുവൊടിയാറായി. ഇനി 4 ആഴ്ച കൂടിയുണ്ട് രേവതി എഴുന്നേക്കാനായിട്ട്. എഴുന്നേറ്റാലും കുറച്ച് ദിവസത്തേന് അവളെ കൊണ്ട് വലിയായിട്ടുള്ള ജോലികളൊന്നും പറ്റില്ല. അതുകൊണ്ട് അമ്മായിമ്മ വരുമ്പോളും കൂടിയിട്ടെ ഈ വീടൊക്കെ എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തോ. ശ്രുതിയാണെങ്കിൽ മടുത്തു. ശ്രുതി, നിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്, ഇനിയിപ്പോ നിനക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും അച്ഛമ്മയുടെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മ നാളെ തൊട്ട് ഞാൻ ഷോറൂമിലേക്ക് പോവാ. ഷോറൂമിൽ നല്ല തിരക്കാണെന്ന് പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ, നീ പോയിക്കോ. നാളെ തൊട്ട് നിന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ ഇവിടെ, അവള് നോയിക്കോളും. രാവിലെ എണീച്ച് അവൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് നീ അങ്ങ് പോയിക്കോ എന്ന് പറയുന്നുണ്ട്.
അപ്പോഴേക്ക് ഇത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ചന്ദ്രൻ മനസ്സിലോർക്കാണ്, ഈശ്വര, അല്ലെങ്കിലേ അവൾ ഒരു പണിയും ചെയ്യില്ല. ഇനിയിപ്പോ ഞാൻ ചെയ്തോളെന്നും കൂടി അച്ഛമ്മ പറഞ്ഞാൽ പിന്നെ അവൾ ഒന്നും ചെയ്യില്ല. അവളുടെ സ്വഭാവം എനിക്കറിയാലോ, കാശുകാരിയായിപ്പോയി അല്ലെങ്കിൽ ഇവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ശ്രുതിയാണെങ്കിൽ എല്ലാ ദിവസവും അച്ഛമ്മ പോയി 5 മണിക്ക് എണീപ്പിക്കുമല്ലോ. അന്ന് എഴുന്നേക്ക് നേരേക്കാണ് കേട്ടോ. വർഷ ഈ സമയത്ത് നേരത്തെ തന്നെ അടുക്കളയിൽ പോയിട്ട് ചന്ദ്രയുടെ കൂടെ കൂടുന്നുണ്ട്. ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്ന എല്ലാം തന്നെ അവൾ ശ്രദ്ധിച്ചു കേട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് സമാധാനമാവുന്നുണ്ട്. ശ്രുതിയെ പോയി 1-2 തവണ ചന്ദ്ര വിളിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ അവിടെ കിടന്ന് ഉറങ്ങാണ്. എന്തൊരുറക്കാ പോത്ത് പോലെ. ഹോ, ഞാനിവിടെ എപ്പോൾ എഴുന്നേറ്റതാ, എല്ലാവർക്കും മൂക്കുമുട്ട കഴിക്കാൻ ഉണ്ടാക്കി വെക്കണമല്ലോ, ഒന്ന് എഴുന്നേറ്റ് വാ ശ്രുതി എന്നും പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ 7-8 മണിയായപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് വന്നിട്ട് ചായ ചോദിക്കാണ്. ചന്ദ്രൻ ചായ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാ ഈ ദോശയൊക്കെ പെട്ടെന്നുണ്ടായിക്കേ, ഈ പാത്രം ഒന്ന് കഴുകിക്കേ, എത്ര നേരമായി കിടന്ന് ഉറങ്ങുന്നേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടേ അച്ഛമ്മേനെ വിട്ട് വട്ടം കറക്കായിരുന്നു, ഇനി എനിക്ക് വയ്യ, ഇനിയിപ്പോൾ അമ്മ വന്നല്ലോ, അമ്മ അങ്ങ് ചെയ്തോണ്ടാ മതി എന്നും പറഞ്ഞിട്ട് ഇവള് ചായയും കുടിച്ചിട്ട് നേരെ കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്ക് അച്ഛമ്മ വന്നിട്ട് ചോദിക്കാണ്, എന്താ എന്താ ചന്ദ്രേ, എന്ത് പറ്റി, എന്താ ഒരു വിഷമം പോലെ എന്ന് പറയുമ്പം ഏയ് ഒന്നുമില്ലമ്മേ, ശ്രുതി കുളിക്കാനായിട്ട് പോയെന്ന് പറയുന്നുണ്ട്. ഇത്രയും ദിവസമേ 5:30 ആകുമ്പം ഞാൻ അവളെ എണീപ്പിക്കുമായിരുന്നു. വെളുപ്പിന് എണീപ്പിച്ച് തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് അവളെ കോലം വരിപ്പിക്കുകയും എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. നിന്റെ മരുമോളെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചില്ലെങ്കിലേ ഞാൻ നിന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും, അത് ഓർമ്മ വേണം. അവക്കെ 9 ആകുമ്പോൾ പോയാൽ പോരെ, ഇപ്പൊ 7:30 ആയതേ ഉള്ളൂ, കുളിച്ചിട്ട് വന്നേ ബാക്കി പണം തീർത്തിട്ട് വിട്ടാൽ മതി, അല്ലെങ്കിൽ അതോടെ നിന്റെ തലയിലാവും, നീ ഓർത്താ കൊള്ളാം എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ഒന്ന് കോർത്ത് വിടുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ അമ്മായിയും വരുമ്പോഴൊന്ന് അടിവട്ടെന്ന് ഓർത്തിട്ടായിരിക്കാം. അങ്ങനെ അച്ഛമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ശ്രുതി കുളിയെല്ലാം കഴിഞ്ഞ് ടേബിളിലേക്ക് വന്നിരുന്നിട്ട്, ആന്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, മോളെ 1 മിനിറ്റ് ഇങ്ങൊന്ന് വന്നേന്ന് പറയാണ്. ഓ, ഞാനിവിടെ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ എണീച്ച് അടുക്കളയിലേക്ക് പോകുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടേ കരുതിയത്, ഇത് ഹോട്ടലാണെന്നോ, നീ അവിടെ പോയെന്ന് വിളിച്ചു കോവിയാടുന്നേ ഇവിടെ കൊണ്ടുതരാനുള്ള സർവന്റും ഉണ്ടോ? ഇല്ലല്ലോ, മര്യാദയ്ക്ക് ഈ പാത്രമൊക്കെ വന്ന് കഴുകുക, എന്നിട്ട് പോയി കഴിച്ചാൽ മതി, എല്ലാവർക്കും ഒരുമിച്ചിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ, ആന്റി ഞാനത് ഡ്രസ്സെല്ലാം മാറി കുളിച്ചും കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആന്റി ഞാനെങ്കിലും പോയിട്ടെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെയാണ് ഈ വീട്ടില് ഏറ്റവും കൂടുതൽ അധികമായിട്ട് സ്നേഹിച്ചത്, എന്നിട്ട് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും വരുന്നില്ല. ആ വർഷം കണ്ടോ, രാവിലെ എഴുന്നേറ്റ് എന്റെ കൂടെ വന്ന് ഇത്ര നേരം എല്ലാ ഹെൽപ്പും ചെയ്തിട്ടാ ഇവിടുന്ന് ഇപ്പൊ പോകുന്നത്, നീയും ഉണ്ടല്ലോ എന്നെ പറയിപ്പിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. ആന്റി അവിടെ ബ്യൂട്ടി പാർലറിൽ നല്ല ജോലിയാ, അതിന്റെ ബാക്കിയായിട്ട് പോയി ഷോറൂമിലും ചെയ്യണം, ഇവിടെയാണ് ജോലി ചെയ്യാൻ പറഞ്ഞല്ലേ എനിക്ക് പറ്റില്ല ആന്റി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയെ ആണെങ്കിൽ അവളെ കൊണ്ട് അവിടെ നിർത്തി പാത്രങ്ങളെല്ലാം കഴിയിക്കുന്നുണ്ട്. അതിനുശേഷം ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പോലും കൊടുക്കുന്നത്. അങ്ങനെ ഹാളിൽ വന്നിരുന്ന വർഷയും രേവതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രയും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. സച്ചിയും ശ്രീകാന്തും എല്ലാം കേട്ടോ. അച്ഛമ്മയും അച്ഛനും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ഇരിക്കാൻ പോകുമ്പം നമ്മുടെ അച്ഛമ്മ ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പൊ കയറിയിരുന്ന ആര് വിളമ്പോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരും വിളമ്പാനില്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ അങ്ങോട്ട് വിളമ്പ് എന്ന് പറയാണ്. ഇത്രയും കാലം രേവതിയാണല്ലോ നിങ്ങളൊക്കെ കഴിച്ചപ്പോൾ മാറി നിന്ന് വിളമ്പിയത്, എന്നിട്ടൊന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ അവള് ഒറ്റയ്ക്ക് ഇവളിപ്പോ ഭർത്താവിന്റെ കൂടെ ഇരിക്കല്ലേ, നീ എണീച്ചെന്ന് വിളമ്പ് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും സങ്കടവും ദേഷ്യവും എല്ലാം ഇരച്ചു കയറിക്കൊണ്ട് ചന്ദ്രയാണെങ്കിൽ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നു കേട്ടോ. എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ട് അവൾ ഇരിക്കുമ്പോഴേക്കും എല്ലാവരും കഴിച്ചു കയറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് എണീച്ച് പോവാണ് കേട്ടോ. അച്ഛമ്മയും അച്ഛനും ഒക്കെ സ്വന്തം പ്ലേറ്റ് കൊണ്ട് വെക്കാണ്. രേവതിയുടെ പ്ലേറ്റ് കൂടി കൊണ്ടുപോയി സച്ചി കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രീകാന്തും വർഷയും ശ്രുതിയാണെങ്കിൽ അവനവന്റെ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് എണീറ്റ് പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര ചാടി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ പ്ലേറ്റൊക്കെ എടുക്കാനായിട്ട് ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, അയ്യോ സോറി ആന്റി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പ്ലേറ്റും കൊണ്ട് പോവാണ്. ശ്രീകാന്തും സ്വന്തം പ്ലേറ്റ് എടുത്തോണ്ട് പോയിട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് പിന്നെ വേറെ നിവൃത്തില്ലാത്തതുകൊണ്ട് ശ്രുതിയും ആ പ്ലേറ്റ് എടുത്തോണ്ട് പോകുന്നുണ്ട്. ചന്ദ്ര പറയാണ്, എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, അവനും കഴിച്ച പ്ലേറ്റ് പോലും ഒരുത്തേക്കും എടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പിറുപിറുക്കുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ്, അല്ല നീ ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പേ ആരെ വീട്ടിലെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്നേ, നീ സഹിതം കഴിച്ച് ചേച്ചിപ്പാത്രം ഇവിടെ വെച്ചിട്ടില്ല എണീച്ച് പൊക്കോണ്ടിരുന്നത്, ആ രേവതിയല്ലേ അതൊക്കെ കഴുകിക്കൊണ്ടിരുന്നേ, അപ്പൊ ഒന്ന് ഓർത്തു നോക്ക് അവൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന്, നിനക്കൊന്നും ഒന്നും അറിയണ്ടല്ലോ, സുഖിച്ച് തിന്നിവിടുന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ എന്തായാലും 4-5 ആഴ്ച ഇവിടെ തന്നെ കാണും, രേവതി മോളെ പഴയതുപോലെ ആക്റ്റീവായിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ, ഞാനൊന്ന് അറിയട്ടെ നിന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോന്ന് എന്നും പറഞ്ഞ് അച്ഛമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഹോ ഈ തള്ളനെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോവായിരിക്കോട്ടെ ചന്ദ്ര.
ശ്രുതി പതിയെ പ്ലേറ്റും വെച്ച് കൈയിലിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ചന്ദ്രൻ പറയുന്നുണ്ട്, ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകാനേ ഇവിടെ വേറെ ആരും വരില്ല, മര്യാദയ്ക്ക് കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചിട്ട് പോകുന്നു പറയുന്നുണ്ട്. അങ്ങനെ വർഷയും വന്നിട്ട് ആ പ്ലേറ്റിൽ കുറച്ചൊക്കെ പ്ലേറ്റ് കഴുകാണ്, ബാക്കി പ്ലേറ്റ് ശ്രുതിയെ കൊണ്ടും കഴിക്കുന്നുണ്ട്. അങ്ങനെ കൈയൊക്കെ നനയുമ്പോഴേക്കും ഡ്രസ്സ് വീണ്ടും നനയാണ്. എന്നിട്ട് ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ മുതലേ നേരത്തെ ഡ്രസ്സ് മാറണ്ട, ആഹാരം കഴിച്ച് ഇവിടുത്തെ പാത്രം കഴിഞ്ഞ ശേഷം മാത്രം പോയി ഡ്രസ്സ് മാറിയാൽ മതി. ഇപ്പൊ കണ്ടില്ലേ, അല്ലേ ഇതുപോലെ നാളെ ഡ്രസ്സിൽ മൊത്തം ചെളിയാവും എന്ന് പറയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതിയാണെങ്കിൽ നേരെ അവളുടെ മുറിയിലേക്ക് പോവാണ്. ശ്രുതിക്ക് ആകെ മൊത്തത്തില് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നോട് പ്രതികാരം ചെയ്ത ആ അച്ഛമ്മേനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് ശ്രുതി മനസ്സിലോർക്കാണ്. ഇതേ സമയത്ത് നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് കേട്ടോ. രാവിലെ കുളിച്ച് റെഡിയായിട്ടിരിക്കാന്നുള്ളത് അച്ഛമ്മയുടെ ശീലമാണല്ലോ. അങ്ങനെ അച്ഛമ്മ പോയിട്ട് അച്ഛമ്മയുടെ തുണിയൊക്കെ എല്ലാ ദിവസവും തേച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോണത്. അച്ഛമ്മയുടെ ആ സാരിയൊക്കെ തേക്കാനായിട്ട് സെറ്റ് മുണ്ടൊക്കെ അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുമായിരിക്കും. കൂടാതെ തേപ്പൂട്ടിയും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അയൺ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ട്. അച്ഛമ്മ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അലമാരയുടെ സൈഡിലേക്ക് പോവായിരിക്കും. ഈ സമയത്ത് ഇത് കാണുന്ന ശ്രുതിയാണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആ ഒരു തേപ്പൂട്ടിയുടെ അറ്റമാണെങ്കിൽ ആ വയറ് പകുതി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കട്ട് ചെയ്ത് വിട്ടുമാറിയ അവസ്ഥയിലല്ല, കുറച്ച് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കോയിൽ പുറത്ത് കാണുന്ന രീതിയിൽ അവള് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് അച്ഛമ്മയ്ക്ക് ഇങ്ങനൊന്നും അറിയില്ലല്ലോ. സാധാരണ തേപ്പൂട്ടി ഒന്ന് ഓൺ ചെയ്ത് തേക്ക് മാത്രമാണ് അച്ഛമ്മ ചെയ്യാറ്. അപ്പൊ ഇതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അച്ഛമ്മ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മുടെ ശ്രുതി പതിയെ ഇതെല്ലാം ചെയ്തിട്ട് അവിടുന്ന് മാറിപ്പോയി ഒളിഞ്ഞു നിൽക്കാണ്. ഈ തള്ള ഇന്ന് കറണ്ടടിച്ച് തറ വീണ് പിടയ്ക്കുന്നത് എനിക്ക് കാണണം. എന്റെ നടുവ് ചവിട്ടി അവർ ഒടിക്കാറാക്കിയതല്ലേ, ഇന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളോട് ഒളിച്ചു നിൽക്കാതിരിക്കൂട്ടോ. ഇതേ സമയത്ത് തന്നെ അച്ഛമ്മ പോയിട്ട് ബാക്കിയുള്ള തുണിയൊക്കെ എടുത്തു വന്നിട്ട് തേക്കാനായിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ സ്വിച്ചൊക്കെ ഓണാക്കി എല്ലാം ശേഷം അച്ഛമ്മ ഇങ്ങനെ ആ തുണി തേക്കാനായിട്ട് അതിൽ കയറി പിടിക്കുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഷോക്ക് കേൾക്കുന്നുണ്ട്. ആ ഷോക്കില് പെട്ടെന്ന് അച്ഛമ്മ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. താഴേക്ക് വീണ അച്ഛമ്മയുടെ ബോധം പോവാണ് കേട്ടോ. ഈ സമയത്ത് അച്ഛമ്മയുടെ സൗണ്ട് കേട്ടുകൊണ്ട് രേവതി അച്ഛമ്മയാണല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കുമ്പോഴേക്കും സച്ചിയും അതുപോലെ ചന്ദ്രയും രവിയും എല്ലാരും കൂടി ഓടി വരാണ്. ഇവരെല്ലാരും വരുന്നത് കണ്ട് അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ നീങ്ങി ഒളിഞ്ഞു നിൽക്കാട്ടോ ശ്രുതി. ഇവരെല്ലാം വന്നു കഴിഞ്ഞ് അച്ഛമ്മയെന്ന് പറഞ്ഞ് അച്ഛമ്മേനെ എടുത്തു പൊക്കി വാടിയിലിരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അയ്യോ എന്താ പറ്റിയേ, അച്ഛമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. തറയിൽ വീണ അച്ഛമ്മേനെ സച്ചി വെള്ളമൊക്കെ ഒടിഞ്ഞ് എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മയ്ക്ക് ബോധം വരുന്നില്ല കേട്ടോ. സച്ചിയാണെങ്കിൽ അച്ഛൻ ഒന്ന് പിടിച്ചേ നമുക്ക് കട്ടിലോട്ട് കടത്താമെന്ന് പറയാണ്. അങ്ങനെ അച്ഛനും സച്ചിയും ശ്രീകാന്തും അതുപോലെ ശ്രുതിയൊക്കെ കൂടിയിട്ട് അച്ഛമ്മേനെ പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തുന്നുണ്ട്. ഈ സമയത്ത് വെള്ളമൊക്കെ തളിച്ച് വീണ്ടും സച്ചിയാണെങ്കിൽ നോക്കുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് നല്ല ശ്വാസം ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, നമ്മുടെ വർഷ പറയാണ്, സച്ചിട്ടാ ഇങ്ങനെയുള്ള അവസ്ഥയില് വെള്ളമൊന്നും കൊടുക്കല്ല വേണ്ടത്, നമുക്ക് CPR കൊടുക്കാം. ഈ ഒരു ഷോക്കിൽ പെട്ടെന്ന് ശ്വാസം നിന്നുപോയി കാണും, അതാ കണ്ണു തുറക്കാത്തത്, ഓക്സിജന്റെ സപ്ലൈ നിന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയാണെങ്കിൽ CPR ഒക്കെ കൊടുക്കാണ്. അങ്ങനെ CPR കൊടുക്കുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ശ്വാസം നേരെ വീഴുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അച്ഛമ്മ കണ്ണു തുറക്കാണ്. അച്ഛമ്മ എണീറ്റ് ചാരി ഇരുത്തുന്നുണ്ട് നമ്മുടെ വർഷ. പെട്ടെന്ന് തന്നെ എല്ലാരും അച്ഛമ്മ എന്താ പറ്റി എന്ത് പറ്റുന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, എന്നും ഞാൻ രാവിലെ അവിടെ തുണി തേക്കാറുള്ളതല്ലേ, ഇന്നും പോയി തുണി തേക്കാൻ വേണ്ടിയിട്ട് ആ തേപ്പൂട്ടിൽ പിടിച്ചത് മാത്രമേ ഓർക്കുന്നുള്ളൂ, വേറൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ അച്ഛമ്മനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, വേറെന്തെങ്കിലും പറ്റിയെങ്കിലോ ഒന്ന് നോക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, അതൊന്നും വേണ്ട, എന്റെ അസ്വസ്ഥതയൊക്കെ അങ്ങ് മാറി, ഇനി കുഴപ്പമില്ലെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അച്ഛമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രീകാന്തും കൂടി കൂടിയിട്ട് നേരെ അച്ഛമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ, വർഷയുണ്ട് കൂടെ. ഇതേ സമയത്ത് തന്നെ ശ്രുതി ആലോചിക്കാണ്, അല്ല ശ്രുതി ഈ തേപ്പൂട്ടിന് എങ്ങനെ കറണ്ട് വരുന്നത്, ഞാൻ രാവിലെ കൂടി ഒരു ഷർട്ട് തേച്ചാണല്ലോ എന്നും പറഞ്ഞിട്ട് ഓണായെന്ന് തേപ്പൂട്ടി കയറി പിടിക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ സുധീനെയും ഷോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. സുധീൻ തെറിച്ചു പോയി വീഴുന്നുണ്ട്. സുധീനെ വിളിക്കുമ്പോഴേക്കും സുധിക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രനാണെങ്കിൽ അയ്യോ എന്റെ മോനെ എന്ത് പറ്റിയതാടാ എന്നൊക്കെ പറയാണ്. ശ്രുതി ഓടിപ്പോയിട്ട് പ്ലഗിൽ നിന്നും ആ ഒരു വയറ് ഊരി വിടുന്നുണ്ട്. ഇനി ആ തേപ്പൂട്ടി ആരും ഉപയോഗിക്കരുത്, ദാ ഇത് കണ്ടോ, ഇനി എങ്ങാനും കറണ്ട് ധരിക്കും, ആ തേപ്പൂട്ടിയുടെ ആ വയറ് കട്ട് ചെയ്ത് പോയതാണ് എന്നും ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്രൻ പറയാണ്, എന്റെ രാവിലെയും കൂടി ഞാൻ നോക്കിയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ.
ശ്രുതി പറയാണ്, അതെ ഞാൻ രാവിലെ കൂടി ഷർട്ട് വെച്ചല്ലേ, അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതെന്ത് പറ്റിയതാണോ ഈശ്വര, ഹോ കുറച്ചൊരു വൈകിയിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയനെന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, ഏയ് അങ്ങനൊന്നും ഉണ്ടാകാൻ പോണില്ലേ ശ്രുതി എന്ന് പറയുമ്പം ശ്രുതി ചോദിക്കാണ്, പിന്നെ ഒന്ന് കണ്ണടിച്ച് നോക്ക് അപ്പ അറിയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രുതിയാണെങ്കിൽ അച്ഛനയ്ക്ക് വെച്ച പണി നമ്മുടെ ശ്രുതിക്ക് തന്നെ കിട്ടുകയും ചെയ്തിട്ടോ. ചന്ദ്രയും എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് ശ്രുതിയെ കൊണ്ട് കട്ടിലേക്ക് കിടത്തുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ ഈശ്വര, എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് ഈ വഴിപാടുകളെല്ലാം ചെയ്തത്. എന്നിട്ടിപ്പോ എല്ലാവർക്കും ഓരോ പരുക്കൾ പറ്റുവാണല്ലോ എന്നും ചോദിച്ചുകൊണ്ട് അവൾ വിഷമിച്ച് കരയുന്നുണ്ട്. ഈ സമയത്ത് രവി പറയാണ്, നീ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കാണില്ല, തരം തിരിച്ചായിരിക്കും പ്രാർത്ഥിച്ചത്. രേവതിക്കും സച്ചിക്കും ഒരു ഗുണങ്ങളും ഉണ്ടാവരുത്, അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ നീ പ്രാർത്ഥിച്ചത്, അല്ലേടി സത്യം പറഞ്ഞ് ചോദിക്കാണ്. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. കണ്ടോ, നീ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാ ദൈവം ഒന്നും കേൾക്കാഞ്ഞത്. അല്ലെങ്കിലും ഒരാൾ നശിക്കണമെന്നും പറഞ്ഞ് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കോ, അതും നിന്റെ സ്വന്തം മോൻ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അച്ഛമ്മേനെയും കൊണ്ട് നമ്മുടെ സച്ചിയും ശ്രീകാന്തും ഒക്കെ കൂടി പോയല്ലോ. അവിടെ ചെമ്പിളിക്ക് അവർ പറയുന്നുണ്ട്, എന്തായാലും പെട്ടെന്ന് CPR കൊടുത്തോണ്ട് രക്ഷയായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തലയിടിച്ചാ വീണത്, അതുകൊണ്ട് ചെറിയ തലവേദനയൊക്കെ ഉണ്ടാവും, എന്തായാലും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് സ്കാനൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് ഓൾറെഡി തന്നെയാണ്, ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മേനെയും കൊണ്ട് അവരവിടുന്ന് ഡിസ്ചാർജായി തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയെ ഡിസ്ചാർജ് ആക്കിയിട്ട് സച്ചി അച്ഛമ്മേനെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അച്ഛമ്മേനെ കട്ടയിൽ കൊണ്ട് കിടത്താണ്. ഈ സമയത്ത് ശ്രുതിയാണെങ്കിലും അവിടെ വയ്യാതെ കിടക്കുന്നത് സച്ചി കാണുന്നുണ്ട്. നിനക്കെന്ത് പറ്റിയടാ എന്ന് ഷോറൂമിലൊന്നും പോകണ്ടെന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, ഏതവളാ എന്താ കാണിച്ചെന്ന് ആർക്കറിയാം, ആ കുളിക്കാനുള്ള ആ തേക്കാനുള്ള തേപ്പെട്ടി തൊടുന്ന എല്ലാവർക്കും ഷോക്ക് അടിക്കാണ്, ശ്രുതി ഒന്ന് പോയി തൊട്ട് നോക്കിയതാ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ണടിച്ച് വീണതാണെന്ന് എല്ലാവരും മനസ്സിലായതല്ലേ, പിന്നെന്തിനാ ഇപ്പൊ ആവശ്യമില്ലാതെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാരയില്ല, അത് ഞങ്ങളുടെ കാര്യമല്ലേ, ഞങ്ങൾ ചെയ്തോളാം, നീ അതിന്റെ വക്കാലത്ത് പിടിച്ച് ഇങ്ങോട്ട് വരണ്ടായെന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ സച്ചിയോട് പറയുന്നുണ്ട്, ഞാൻ രാവിലെ തേക്കാണ്ട് പോയ സമയത്ത് അവളൊരു കുഴപ്പമില്ലായിരുന്നു, അത് മാത്രല്ല ശ്രുതി അവന് പോകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മുമ്പാ അവന്റെ ഷർട്ട് തേച്ചിട്ട് പോയത്, അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഒതുക്കി വെച്ചതാ, ആ വയറൊക്കെ ഞാൻ ചുരുട്ടി വെച്ചതുമാണ്, അപ്പോഴൊന്നും ഞാൻ കണ്ടില്ല, ഇപ്പൊ എന്നാലോ ആ വയറ് കണ്ടു ചിറ്റങ്ങുള്ളിൽ കിടക്കുന്നത്, ശ്രുതി പറഞ്ഞതുപോലെ അത് എലിയിരിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല എന്ന് അച്ഛമ്മ പറയാണ്. അങ്ങനെ അച്ഛമ്മ പറയുമ്പോഴേക്കും സച്ചിക്കും എന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നു കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ആരെങ്കിലും ഇത് മനഃപൂർവ്വം ചെയ്താണെങ്കിൽ അവരെന്തായാലും അനുഭവിച്ചേ പോവുള്ളൂ എന്ന് പറയാണ്. ചന്ദ്രൻ ചോദിക്കാണ്, ഇതിപ്പോ ഇവിടെ ആര് മനഃപൂർവ്വം ചെയ്യാനാ, ചെയ്യുവാണെങ്കില് ബാക്കി പറ. സച്ചി പറയുന്നുണ്ട്, എന്താ അമ്മ വിഴുങ്ങിക്കളഞ്ഞത്, ബാക്കി ഇങ്ങനെ പറയാമേ, എപ്പോഴും എന്റെ ഭാര്യ രേവതിയാണല്ലോ അമ്മ കുറ്റം പറയാറ്, ഇന്നിപ്പോ എന്താ അമ്മയ്ക്ക് ആരെയും കുറ്റം പറയാനൊന്നും ഇല്ലേ, അച്ഛമ്മ നിൽക്കുന്നോണ്ടാണോ എന്ന് ചോദിക്കാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, എടാ ശ്രുതി, നീ രാവിലെ കൂടി തുണി വെച്ചതല്ലേ ഉള്ളൂ, 10 മിനിറ്റ് അങ്ങനെ ആയിട്ടുണ്ടോ, ഇല്ലല്ലോ, അതിന് ഉള്ളിൽ തന്നെ ഇപ്പൊ ഇതെങ്ങനെ സംഭവിക്കാ എന്ന് ചോദിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാൻ തുണി തേച്ചതാണല്ലോ, അപ്പോ ഒന്നും ഒരു പ്രശ്നവും കണ്ടില്ല, പിന്നെ ഇത് എങ്ങനെ ആയിരിക്കും പോയത് എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ശ്രുതിയുടെ നേരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, എന്താ ശ്രുതി, അതിന് മറുപടി പറയാൻ നിനക്കറിയോ, ഞാനോ അച്ഛമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ല നീ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ, നീ ഇപ്പോ ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ, ഇല്ല ഞാൻ കുളിക്കാനായിട്ട് പോയിരിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. ശരി, ആരാണെന്നേ ഞാൻ കണ്ടുപിടിച്ചോളാം, എന്തായാലും ഇത് ആക്സിഡന്റ് നടന്നല്ലെന്നൊക്കെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ വലിയൊരു പൊട്ടത്തരം കാണിച്ചിട്ടോ. ശ്രുതി പറയാണ്, ഞാന് എന്റെ മുറിയില് ഒരുങ്ങായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. സച്ചി ആ വയറും ഇത് എടുത്തിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ട അച്ഛമ്മേ, ആരോ മനഃപൂർവ്വം കത്രിക കൊണ്ട് കണ്ടിച്ചു വിട്ടതുപോലെ തന്നെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. അച്ഛനോട് നോക്കിയിട്ട് പറയാണ്, അതെയല്ലോ, ഇതാരോ മനഃപൂർവ്വം എടുത്ത് കട്ട് ചെയ്ത പോലെ തന്നെ തോന്നിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും കിടക്കുന്നു കട്ടിലേക്ക് കത്രിക. ആ കത്രിക എടുത്തോണ്ട് പുറത്തേക്ക് എന്നിട്ട് അച്ഛമ്മ ചോദിക്കാണ്, അല്ല ശ്രുതി, ഈ കത്രിക എങ്ങനാ നിന്റെ കട്ടിലിൽ വന്നത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അച്ഛമ്മ ഈ ചുരിദാറിന്റെ ഈ സൈഡ് കണ്ടോ, ഈ നൂലൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ് എന്നും പറയുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ ശ്രുതി എങ്ങനെ കണ്ണൂരിട്ട് പേടിപ്പിക്കാൻ കേട്ടോ, എന്തെങ്കിലും പണി നമ്മളെ ശ്രുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അതിന്റെ ബാക്കി അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ചന്ദ്രയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കായിരിക്കും. ശ്രുതി പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇല്ല, സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടുകൂടിയില്ല, ഞാനിപ്പോ ഈ കത്രിക എടുത്തത് എന്റെ ഈ നൂല് കണ്ടിക്കാനാണ് എന്നും പറയുന്നതിന് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ ഇതിലെന്തോ കളത്തുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിനെ വിളിക്കാം, എന്തായാലും ഇതൊരു പരിശ്രമമാണ്, ആരാ ഇതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ എന്നും പറയാൻ കേട്ടോ. എങ്കിലും ആരായിരിക്കും ചെയ്തത് എന്നും പറഞ്ഞ് ചന്ദ്രൻ മുമ്പോട്ട് വരുന്നുണ്ട്. ഈ വീട്ടിലെന്തായാലും അങ്ങനെ ചെയ്യാനൊന്നും ആരുമില്ല, അതും അമ്മയോട് ചെയ്യാന് ആർക്കെങ്കിലും ധൈര്യം വരുമോ? അതുകൊണ്ടാ അച്ഛമ്മ ചിലപ്പോ ഇത് എലി കറണ്ടതായിരിക്കും എന്ന് രേവതി പറയുമ്പം രേവതിയോട് അച്ഛമ്മ ചോദിക്കാണ്, അതെങ്ങനാ രേവതി ഇത്ര പക്കായിട്ട് ഒരാള് എലി കറണ്ട് വെക്കുന്നത്? നീ നോക്കിക്കേ, കത്രിക കൊണ്ട് കട്ട് ചെയ്ത് വിട്ട പോലെ തന്നെയില്ലേ, എന്നിട്ട് ഏതോ ഒരു എലി കറണ്ടാണെന്നല്ലേ, എന്തിനാ വെറുതെ എലിയെ പറയുന്നേ എന്ന് ചോദിക്കാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, ഞാനിവിടുന്ന് പോവാനേ കുറച്ച് ദിവസം കൂടി ഉണ്ട്, എന്തായാലും ഞാനേ ആരാണെന്ന് കണ്ടുപിടിച്ചോളാം, അന്ന് അവർക്ക് സുഖമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് ശ്രുതിയെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. രേവതി പറയാണ്, എങ്കിലും ഈശ്വര ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിലോ ആരായിരിക്കുമെന്ന് മനസ്സിലോർക്കുമ്പം സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ ഇപ്പൊ മനസ്സിലോർത്തുന്നാന്ന് ഞാൻ പറയട്ടെന്ന് ചോദിക്കുമ്പം വേണ്ട വേണ്ട സച്ചിയേട്ടനെ മുറിയിലേക്ക് ആക്കിക്കേ എന്ന് പറയാണ്. അങ്ങനെ സച്ചിൻ രേവതിയും കൂടി മുറിയിലേക്ക് പോവാൻ കേട്ടോ. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ അവളുടെ ഫോണും എടുത്തോണ്ട് നേരെ പുറകില് ആലക്കാലിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവളുടെ കൂട്ടുകാരിയെ വിളിക്കുന്നുണ്ട്, എടി ഞാൻ ഇങ്ങനെ ചെയ്തു ആ അച്ഛമ്മക്കിട്ട് ഒരു പണി കൊടുക്കാനായിട്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ആ കത്രിക കൊണ്ട് ഞാൻ മറന്ന് എന്റെ മുറിയിൽ തന്നെ വെച്ചു, അവർക്ക് എന്നെ നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പം ആ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി ഒന്നാമത് അച്ഛമ്മ നിന്നോട് നല്ല കലിപ്പില, നിന്നെയിട്ട് നല്ല പണി ചെയ്യിപ്പിക്കുന്നുണ്ട്, നിനക്ക് നല്ല പണിയും തരുന്നുണ്ട്, അതിന്റെ കൂടെ നീ ഇങ്ങനെയൊക്കെ ഓരോ കോപ്രായം കാണിച്ചു വെച്ച് വെറുതെ പണി മേടിച്ചു കിട്ടാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോ ശ്രുതി പറയാണ്, അവർക്കിട്ട് എന്തായാലും ഞാനൊരു പണി കൊടുത്തിരിക്കും, ഇപ്പോഴത്തെ പണിയെ അവർക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവര് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വന്നത് എന്നൊക്കെ പറയാണ്. കുറച്ചു നേരം കഴിഞ്ഞെങ്കിൽ അവർ ഡെഡ് ബോഡി ആയേനെ എന്നും പറയാൻ കേട്ടോ. നീ സൂക്ഷിച്ചോ, പിന്നെ അടുത്തേ കൊലപാതക കേസിലായിരിക്കും അകത്ത് പോകാൻ പോണത്, നിന്റെ വിരലടയാളമൊക്കെ ഒന്ന് പോലീസുകാർ എടുക്കും, അതെനിക്കറിയാലോ, അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടൊക്കെ നിന്നാലേ നിനക്ക് കൊള്ളാം, ആ അച്ഛമ്മ നമ്മൾ കരുതുന്ന പോലെ അത്ര ചില്ലറക്കാരിയൊന്നും അല്ല. അങ്ങനെയൊക്കെ ശ്രുതി കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. ഈ സമയത്ത് അച്ഛമ്മ പിന്നെ വന്ന് നിൽക്കാൻ കേട്ടോ. ശ്രുതി ഒന്നും അറിയുന്നില്ല. ശ്രുതി പറയാണ്, അവരുടെ നിന്ന് പോകുന്നതിന് മുമ്പേ അവർ എല്ലാം ഒടിച്ച് ഞാൻ വിടുകയുള്ളൂ, എന്റെ നടു ഒരു ചവിട്ടി തിരുമ്മി ഒടിക്കാൻ നോക്കിയതല്ലേ, അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളെന്ന് പറയാണ്. അച്ഛമ്മ പിന്നീന്ന് ശ്രുതി മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും ഞെട്ടി തിരിഞ്ഞ് ശ്രുതി നോക്കാണ്. ആരാ മോളെ ഫോണിൽ എന്ന് ചോദിക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛമ്മ എന്ന് പറയുന്നുണ്ട്. ആണോ, എന്തായാലും ആരായിരിക്കും ആ കത്രിക കൊണ്ട് ആ ഒരു വയറ് കണ്ടിച്ചിട്ടത് എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ ആരച്ഛമ്മയുടെ അങ്ങനെ ചെയ്യാനാ, എല്ലാവർക്കും അച്ഛമ്മയോട് ഭയങ്കര സ്നേഹമല്ലേ, വല്ല എലിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോകുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, ഈ എലി ആരാണെന്നൊക്കെ എനിക്കറിയാം, ഇവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുവോടി എന്നിങ്ങനെ മനസ്സിൽ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മ അവിടുന്ന് തിരിച്ച് അവിടുന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് വർഷ പോയിട്ട് ശ്രീകാന്തനോട് പറയുന്നുണ്ട്, ആരായിരിക്കും എങ്കിലും ആ വയറ് കട്ട് ചെയ്ത് വിട്ടത്, വല്ല എലിയായിരിക്കും വർഷേ, അതിനിപ്പോ ഇത്ര ആലോചിക്കാനുണ്ടോ? അല്ല ശ്രീകാന്തേ, ഒന്ന് ആലോചിച്ച് നോക്ക്, അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞത്, ആദ്യം ഒന്ന് നോക്കിട്ട് പോയപ്പോ അതിനൊരു കുഴപ്പമില്ലായിരുന്നു, നീ കണ്ടതല്ലേ, നല്ല പക്കായിട്ട് കത്രികൊണ്ട് കണ്ടിച്ചല്ലോ എന്ന് ഇരുന്നത്, എലിയാണെങ്കിൽ കറണ്ട് വെക്കല്ലേ ഉള്ളൂ, അങ്ങനെയാണോ എലി കണ്ടിക്കുന്നേ എന്ന് ചോദിക്കാണ്. അത് മാത്രല്ല ശ്രുതിച്ചിരി കട്ടിലേന്ന് ആ കത്രിക കിട്ടിയത് ശ്രീകാന്ത് ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ശ്രുതിച്ചേച്ചിയാണെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ, നമ്മൾ കണ്ടിട്ടുമില്ല, പിന്നെന്തിനാ നമ്മൾ ആ കാര്യമൊക്കെ പറയുന്നത്? അല്ല നീ നാലേശ് നോക്കേ, ശ്രുതിച്ചേച്ചിനെ വിട്ട് ഇക്ഷ എന്നെ വരപ്പിക്കാൻ മുത്തശ്ശി, അതിന് ദേഷ്യം കൊണ്ടെങ്ങാനും ചെയ്താണെങ്കിലോ? എന്തെങ്കിലും ആട്ടെ, നീ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ആരോടും പറയണ്ട, വെറുതെ നീ ഈ പ്രശ്നത്തിൽ തലയിടാൻ പോകണ്ട എന്നും പറഞ്ഞ് വർഷയും മിണ്ടാൻ പോലും ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല കേട്ടോ. ഉടൻ തന്നെ നമ്മുടെ വർഷ നേരെ എണീറ്റ് രേവതിയുടെയും സച്ചിയുടെയും മുറിയിലേക്ക് വരുന്നുണ്ട്. രേവതി ചോദിക്കാണ്, എന്താ വർഷേ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി, ഇന്ന് രാവിലത്തെ കാര്യം ചേച്ചി ഓർത്തു നോക്കിക്കേ എന്ന് പറയുമ്പം എന്താ മോളെ ചോദിക്കാണ്. എന്താണെന്നോ, അച്ഛമ്മ കറണ്ട് അടിച്ച് വീണതൊക്കെ ചേച്ചി മറന്നുപോയെന്ന് ചോദിക്കുമ്പം ഓ അത് മറക്കാൻ പറ്റുമോ, വല്ലത്തെ സംഭവമായി പോയില്ലേ, അല്ല ഇപ്പൊ എന്താ മോൾ അത് പറഞ്ഞ് വന്നേന്ന് ചോദിക്കുമ്പം അതല്ല, എനിക്കൊരു സംശയം,
സുധി ചേച്ചി ആയിരിക്കില്ലേ അത് ചെയ്തെന്ന് ചോദിക്കുമ്പം സച്ചി പറയാണ്, ഞാനതെ രേവതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവള് തന്നെയാ, എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അത്ര പക്കായിട്ട് എലി കണ്ടിച്ചുവിടുവോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയാണ്, എനിക്കും ഇതേ സംശയം തന്നെയാ. പക്ഷെ ശ്രീകാന്ത് നടപ്പോ ശ്രീകാന്ത് തന്നെ കുറെ ഒച്ചയെടുത്തു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പാ, കാരണം സുധി ചേച്ചിയെ ഭയങ്കര ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായതാ. അല്ലേ പിന്നെ ചേച്ചി അച്ഛമ്മയോട് നല്ല ദേഷ്യല്ലേ? ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിലേ ചേച്ചി തന്നെയാ. സുധിയേട്ടനും 5 മിനിറ്റ് മുമ്പ് തേച്ചിട്ട് പോയതെന്നല്ലേ അച്ഛമ്മ പറഞ്ഞത്? അങ്ങനെയാണ് പിന്നെ കൃത്യസമയം നോക്കി ആരങ്ങനെ ചെയ്യാനാണ് എന്നും ചോദിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് അപകടം പറ്റുമ്പോൾ തന്നെ സുധി ചേച്ചി ചെയ്തതാണോന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം രേവതി പറയാണ്, എന്റെ പൊന്നു വർഷി, നീ ഇന്ന് പതുക്കെ പറ. ഇനി അവളെങ്ങാനും കേട്ടാ ഇനി ഇവിടെ അടുത്ത വിഷയം ഉണ്ടാക്കും. വർഷ പറയുന്നുണ്ട്, ഇത് തന്നെയാ ശ്രീകാന്തും പറയുന്നേ. എന്നെ ഒരു അക്ഷരം പറയാൻ സമ്മതിക്കില്ല. അപ്പോഴേ തുടങ്ങിയേക്കും, ആരെങ്കിലും കേൾക്കും, പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ഇവളും അങ്ങനെ തന്നെയാ എന്റെ പൊന്നു വർഷേ, ഒന്നും പറയാൻ സമ്മതിക്കില്ല. ശരിക്കുവേ നീ എന്റെ പെങ്ങള് തന്നെയായിട്ട് വരേണ്ടതായിരുന്നു. അങ്ങനാണെ നമുക്കിവിടെ ഒരു കലക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഞാനും സച്ചിയുടെ പെങ്ങള് തന്നെയാണ് എന്ന് ഇവള് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോ രേവതി പറയാണ്, ആങ്ങളും പെങ്ങളും കൂടി ഇവിടെ ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അതെന്തേലും ആട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ട. എന്തായാലും അമ്മ വന്നാലേ ഉള്ളൂ. ഇതാരാണെന്ന് വെച്ചാ അച്ഛമ്മ കണ്ടുപിടിച്ചോളും, അവർക്കുള്ള ശിക്ഷയും അച്ഛമ്മ കൊടുത്തോളും എന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ശ്രുതി മാറുന്ന് ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കാണ്. അച്ഛമ്മനിക്ക് ശിക്ഷ തരുമല്ലേ? ഇനി അങ്ങോട്ട് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ് അച്ഛമ്മ അനുഭവിക്കാൻ പോണേ. നിങ്ങളെല്ലാരും കാത്തിരുന്ന് കണ്ടോ. എന്നെ ഇവിടെ പിടിച്ചിരുത്തി കുറെ ജോലി ആ തള്ള ചെയ്യിപ്പിച്ചതല്ലേ. അവർക്ക് ഈ ശ്രുതി ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. അവരിത്ര നാളും അവരുടെ മരുമകളെ ഭരിച്ചിട്ടുള്ളൂ, ആ ചന്ദ്രനെ. അതല്ല, ചന്ദ്രയുടെ മരുമകൾ ഞാൻ ആരാണെന്നേ അവര് കാണാൻ പോണേ ഉള്ളൂ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഗാംഭീര്യത്തോടെ നിന്ന് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. അച്ഛമ്മയ്ക്കാണെങ്കിൽ രാവിലെ ആ കറണ്ട് അടിച്ചതിന്റെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛമ്മ ഇങ്ങനെ കിടക്കായിരിക്കും. രവി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇപ്പൊ പ്രശ്നം വല്ല ഉണ്ടോ ചോദിക്കുമ്പോ, ഇല്ലടാ എനിക്കൊരു പ്രശ്നമില്ല, നീ വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇച്ചിരി കറണ്ടൊക്കെ അടിക്കുന്നത് ഇടയ്ക്ക് നല്ലതാ, നമുക്കുള്ള വട്ടൊക്കെ അങ്ങ് മാറിക്കിട്ടും എന്നൊക്കെ അച്ഛമ്മ പറയുമ്പം രവി പറയാണ്, ശരിക്കും ഞാനിങ്ങ് പേടിച്ചു പോയമേ. പിന്നെ ഭയങ്കര പേടിയുള്ളനാ. ഞാൻ നാട്ടിൽ പോയാ എന്നെ വിളിച്ച് എന്താ അമ്മേ എന്നെടുക്കാന്ന് പോലും ഒന്ന് അന്വേഷിക്കാത്താണല്ലേ ഇത്രയ്ക്ക് പേടി. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പം രവി പറയുന്നുണ്ട്, എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കങ്ങനെ അമ്മയെ ഒഴിവാക്കാൻ പറ്റുമോ? അമ്മ എന്റെ സ്വന്തം അമ്മയല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞ് അമ്മയുടെ സ്നേഹമില്ലായിട്ടാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ എനിക്കറിയാടാ. രാത്രി ഒരുപാട് സമയമായില്ലേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞേക്കാണ്. രവി ചോദിക്കാണ്, എങ്കിലും അത് എലി കറണ്ടതാണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ അമ്മേ? അതൊന്നും ആലോചിച്ച് നീ തലമുണ്ടാക്കണ്ട. അതാരാണെന്നൊക്കെ എനിക്കറിയാം. അറിയാവോ ആരാമേ? അതൊന്നും നീ അറിയണ്ട. ആരാണെങ്കിലും അവർക്കിട്ടുള്ള പണിയെ ഞാൻ കൊടുത്തോളാം എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അച്ഛമ്മ ഇപ്പൊ മനസ്സിലാക്കാണ്, ഈ കലാവധി ആരാണെന്നേ നിനക്കറിയില്ല. ആ നാട് വെറുപ്പിച്ചെന്ന തമ്പുരാമാരെ പോലും ഞാനേ നോക്കി നിന്ന നോട്ടത്തിൽ വെറുപ്പിക്കുമായിരുന്നു. അവളെയാണോ നീ മര്യാദ പഠിപ്പിക്കാൻ വരുന്നേ? ആരാണ് ഈ കലാവധി എന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. നീയല്ല, നിന്റെ അമ്മമ്മ വന്നാൽ പോലും എന്റെ അടുത്ത് പിടിച്ചു നിൽക്കില്ല എന്ന് കലാവധി മനസ്സിലിങ്ങനെ പറഞ്ഞ് ചിരിക്കാട്ടോ. ശ്രുതിയും ഇത് തന്നെയാണല്ലോ മനസ്സിൽ കരുതുന്നേ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണത് ശ്രുതിയുടെയും അച്ഛമ്മയുടെയും തമ്മിലുള്ള അങ്കമിട്ടായിരിക്കും. അച്ഛമ്മയ്ക്ക് എന്തായാലും മനസ്സിലായി ശ്രുതിയാണ് തന്നയ്ക്ക് ഈ അപകടം ഉണ്ടാക്കാൻ കാരണമെന്ന്. ശ്രുതിക്കാണെങ്കിലോ ഇനി എങ്ങനെയെങ്കിലും അച്ഛമ്മ പോണതിന് മുമ്പ് അച്ഛമ്മനെ തള്ളിയിട്ട് അച്ഛമ്മയുടെ നടു കുടിക്കണമെന്നാണ് കേട്ടോ ശ്രുതിയുടെ പ്ലാനിങ്. അച്ഛമ്മേനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവസരം നോക്കി നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ നമുക്കിട്ട് പണി തരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അച്ഛമ്മ ഇനിയിപ്പോ നല്ല കെയർഫുൾ ആയിരിക്കും കേട്ടോ. സച്ചിക്കാണെങ്കിലും വർഷയ്ക്കാണെങ്കിലും നല്ല സംശയമുണ്ട് ഇതിന്റെ പിന്നില് ശ്രുതിയാണോ എന്ന്. എന്നാൽ ശ്രീകാന്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടാതിരിക്കാം കേട്ടോ. രേവതി ആണെങ്കിലും സച്ചിയെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ തന്നെ മിണ്ടാതെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ സച്ചി ആണെങ്കില് റൂം പണിയാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവായിരിക്കും കേട്ടോ. രേവതി പറയുന്നുണ്ട്, എന്റെ ഈ വരുമാനം കൊണ്ടൊന്നും ഒന്നും ആവില്ല സച്ചിയേട്ടാ. എത്രയും പെട്ടെന്ന് ഞാൻ ഒന്ന് എഴുന്നേറ്റാൽ മതിയായിരുന്നു. 2 പേർ കൂടി എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു റൂം പണിതെടുക്കണം എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. നീ ആദ്യമേ ഇവിടെ എഴുന്നേക്കട്ടെ, എന്നിട്ടാട്ടെ ബാക്കി കാര്യങ്ങൾ. ഇപ്പോഴേ നീ മനസ്സിനകത്ത് ടെൻഷനൊന്നും അടിച്ചുകൊണ്ടിരിക്കണ്ട. അതൊക്കെ അതിന്റെ മുറ പോലെ നടക്കും. പിന്നെ 6 ആഴ്ച നമ്മൾ ഈ മുറി തന്നെ കാണുമല്ലോ എന്ന് പറയുമ്പം രേവതി പറയാണ്, അത് ഓർക്കുമ്പോഴാ എനിക്കിത് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നേ.
അവര് പ്രായമായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇവിടെ വന്ന് കിടത്തുന്നത്. അതൊട്ടും ശരിയല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മുറി പണിത് സ്വന്തമായിട്ടങ്ങ് മാറണം, അല്ലെങ്കിൽ പഴയതുപോലെ ഹാളിൽ പോയി കിടക്കാമെന്നും രേവതി പറയുമ്പോൾ നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നീ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ബാക്കി കാര്യമൊക്കെ നമുക്ക് രാവിലെ തീരുമാനിക്കാം. പിന്നെ മുറി പണിയാനുള്ള ആലോചനയൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ തന്നെ ബാക്കിയായിട്ട് ഞാൻ ഓർന്ന് ശേഖരിക്കാൻ തുടങ്ങാം. നിങ്ങൾ എഴുന്നേറ്റിട്ട് വേണം എനിക്ക് ഇരട്ടി ബലം കിട്ടാൻ എന്ന് സച്ചി പറയുന്നു കേട്ടോ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചമ്മയുടെ സുധീര മനസ്സ് നിറയെ പരസ്പരം എങ്ങനെ പണിയെടുക്കാന്ന് രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.